അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത ഹീലതി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. പണ്ഡിതന്മാരുടെ മഹത്വം ഖുർആനിലും ഹദീസിലും ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതൻ എന്ന് പറയുന്നത് ഇൽമിൻ്റെ അകലുകാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് തന്നെ അക്രിമുൽ ഉലമാ ഫഇന്നഹും വറസത്തുൽ അംബിയാ. പണ്ഡിതന്മാരെ നിങ്ങൾ ആദരിക്കണം, അവർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. ഫമൻ അക്രമഹും ഫഖദ് അക്രമല്ലാഹ വറസൂല. ആരെങ്കിലും പണ്ഡിതന്മാരെ ബഹുമാനിച്ചാൽ അവർ അള്ളാഹുവിനെയും റസൂലിനെയുമാണ് ബഹുമാനിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞതെന്താണ്? യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും വല്ലദീന ഉത്തുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ നിന്നുള്ള വിശ്വാസികളായ ആളുകളെ അള്ളാഹു ഉയർത്തും, അതുപോലെ പണ്ഡിതന്മാരെയും ഇൽമിൻ്റെ ആളുകളെയും അള്ളാഹു ഉയർത്തും. ദറജാത്ത്, ഒരുപാട് പദവികൾ, ഒരുപാട് ദറജ അവരെ അള്ളാഹു ഉയർത്തും. അപ്പോൾ പണ്ഡിതന്മാരെ അള്ളാഹു ഉയർത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, തഫ്സീറിൽ പറയുന്നതായി തറുഫൗ ദറജാത്തിൽ ഉലമായി മിൻഹും ഖാസ. പണ്ഡിതന്മാരുടെ പദവി അള്ളാഹു തആല ഉയർത്തും. ജനങ്ങളിൽ നിന്ന് അവർക്ക് പ്രത്യേകമായൊരു സ്ഥാനമുണ്ടാകും. കാരണം അള്ളാഹു ചോദിച്ചത് എങ്ങനെയാണ്? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അല്ല, ഒരിക്കലും സമന്മാരല്ല. ഖുർആൻ സമന്മാരാണോ എന്ന് ചോദിച്ചാൽ സമന്മാരല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പണ്ഡിതന്മാരുടെ മഹത്വം പറയാനാണ് ഈ ഹദീസും ഈ ആയത്തുകളൊക്കെ നാം ഇവിടെ പരാമർശിച്ചത്. പണ്ഡിതനിക്കുള്ള ഒരു മഹത്വം അല്ലാഹു തആല മറ്റൊരു ആയത്തിൽ പറയുന്നത് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. അള്ളാഹുവിൻ്റെ അടിമകളിൽ വെച്ച് അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവർ പണ്ഡിതന്മാരാണ്. ഇങ്ങനെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഒരു സംഭവത്തിലേക്ക് നിങ്ങളൊന്ന് വരൂ. സൂറത്തു നംലിൽ അല്ലാഹു തആല പറയുന്നൊരു സംഭവം, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ സബ നാട്ടിൽ ഭരണം നടത്തിയിരുന്ന ഒരു രാജ്ഞിയായിരുന്നു ബിൽക്കിസ് രാജ്ഞി. സുലൈമാൻ നബി അലൈഹിസ്സലാം ആഗോള ചക്രവർത്തിയാണ്, ലോകം അടക്കി ഭരിച്ച രാജാവാണ്, പ്രവാചകനാണ്, അള്ളാഹിൻ്റെ ഇഷ്ടപ്പെട്ട മഹാനാണ്. ഈ ബിൽക്കീസ് രാജ്ഞി, അവർക്കറിയാം സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നാം അകപ്പെടേണ്ടി വരും, കീഴടങ്ങേണ്ടി വരും. പക്ഷേ അവരിങ്ങനെ അവിടെ കഴിഞ്ഞുകൂടുകയാണ്. അവരുടെ വിശ്വാസമായിട്ട്, ബഹുദൈവ വിശ്വാസമായിട്ട് അവരവിടെ കഴിഞ്ഞുകൂടുകയാണ്. ഇത് സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ പക്ഷിയാകുന്ന ഹുദൂദ് മരക്കൊത്തി കാണുകയും സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അവർക്ക് മനസ്സിലായി അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഇനി സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ ചെന്ന് ആ ഭരണത്തിൻ്റെ കീഴിലാവുകയും ചെയ്യണം എന്നുള്ള ഒരു രീതിയിലേക്ക് അവരെത്തി. ഒരുപാട് ചരിത്രം വിശാലമാണ്, ഞാനതിൻ്റെ ആ വിശദമായ ഇതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അങ്ങനെ ചുരുക്കി പറയാം, സുലൈമാൻ നബി അലൈഹിസ്സലാം
തൻ്റെ കൊട്ടാരത്തിലുള്ള ആളുകളോട് ചോദിക്കുന്നുണ്ട്, യാ അയ്യുഹൽ മലു അയ്യുക്കും യഅ്തീനി ബി അർഷിഹ ഖബല അൻ യഅ്തൂനി മുസ്ലിമീൻ. അല്ല ജനങ്ങളെ, സമൂഹമേ, ജിന്നും അതുപോലെ പല പിശാചുക്കളും പല ആളുകളുമുള്ള ഒരു വലിയൊരു പട തന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു. അവരോടൊക്കെയായി സുലൈമാൻ നബി അലൈഹി സ്വലാം ചോദിക്കുകയാണ്. ജിന്നുകൾ ആ കൂട്ടത്തിലുണ്ട്, വലിയ ആളുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. ബിൽക്കീസ് വിശ്വാസിയായിട്ട് ഇവിടെ വരുന്നുണ്ട്. അതിൻ്റെ മുമ്പ് ബിൽക്കീസിൻ്റെ കൊട്ടാരം ആര് കൊണ്ടുവരും? അപ്പോൾ ഈ സദസ്സിൽ നിന്ന് ജിന്നുകളിൽ നിന്ന് ഐഫിരീത്ത് പറഞ്ഞു, കാല ഐഫിരീത്തും മിനൽ ജിന്നി അന ആതീക ബിഹി ഖബ്ല അൻ തഖൂമ മിൻ മഖാമിക വ ഇന്നി അലൈഹി ലഖവിയ്യുൻ അമീൻ. താങ്കൾ അവിടെ ആ ഇരിപ്പിടത്തുനിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് ബൽക്കീസിൻ്റെ സിംഹാസനം ഞാൻ കൊണ്ടുവരാം. ബൽക്കീസിൻ്റെ സിംഹാസനം ഞാൻ തങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരാം. ഞാൻ അത് ഉറപ്പു തരുന്നു. താങ്കൾ അവിടെ നിന്ന് ഇരിപ്പിടത്തുനിന്ന് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ്. ഇത് കേട്ടപ്പോൾ കാലല്ലദീ ഇൻദഹു ഇൽമും മിനൽ കിതാബ് അന ആതീക ബി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക. അപ്പോൾ അവിടെ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. ആ പണ്ഡിതൻ പറഞ്ഞു, തങ്ങളുടെ കണ്ണ് ചിമ്പി തുറക്കും മുമ്പ് ബിൽക്കീസിൻ്റെ സിംഹാസനം അങ്ങയുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവരാം. കണ്ണ് ചിമ്പി തുറക്കാൻ എത്ര സമയം വേണം? നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? അതും ഏതാ നാട്? സുലൈമാൻ നബി അലൈഹി സ്വലാം ഇത് ഫലസ്തീൻ എന്നാണ് പറയുന്നത്. പിന്നീട് എത്രയോ ദൂരം സഞ്ചരിക്കണം സഭയിലേക്ക്. ബൽക്കീസിൻ്റെ സിംഹാസനം കൊണ്ടുവരണം. ഇഫ്രീത്ത് പറഞ്ഞത് താങ്കൾ അവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവരുന്നതാണ്. അതിനേക്കാളും സ്പീഡിൽ എത്തണം. അതാണ് ആ ഇൽമുള്ള ആള് പറഞ്ഞു എന്ന് പറഞ്ഞത്. കണ്ണ് ചിമ്പി തുറക്കും മുമ്പ് ഞാൻ എത്തിച്ചേരാം. എത്തി. ആ ഫലമ്മാർ ആവു മുസ്തഖിറനിന്തവും. ഈ ബിൽക്കീസിൻ്റെ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ കണ്ടു. സുലൈമാൻ നബി അലൈഹി സ്വലാം കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കണ്ടു. അപ്പം എന്താ പറഞ്ഞത്? കാലഹാദാ മിൻ ഫളി റബ്ബി, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ്, ഇതെൻ്റെ റബ്ബിൻ്റെ ഔദാര്യമാണ് എന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. ഞാൻ നിഷേധിയാകുന്നുണ്ടോ, ഞാൻ നന്ദി കാണിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണിത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, ബിൽക്കീസിൻ്റെ കൊട്ടാരം മാസങ്ങൾ വഴിദൂരമുള്ള ആ കൊട്ടാരം, ബിൽക്കീസ് അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് അവർ യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ആ ബിൽക്കീസിൻ്റെ സിംഹാസനം കൊണ്ടുവരണം. കണ്ണ് ചിമ്പി തുറക്കും മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മുമ്പിൽ കൊട്ടാരം സിംഹാസനം എത്തിച്ചു. ഇത്ര ശക്തി, ഇത്ര പവർ ഇൽമിനാണ്. ഇൽമിൻ്റെ ശക്തിയാണത്. ഇൽമ് ഈ ആയത്തിൻ്റെ തഫ്സീർ, സൂറത്തുൽ നംലിലുള്ള ആയത്താട്ടോ. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഈ പണ്ഡിതൻ ആരാ എന്ന് പറയുന്നുണ്ട്, ആസിഫ് ബിൻ ബർഹിയ. എന്താണ് അദ്ദേഹത്തിൻ്റെ ഇൽമ് എന്ന് പറയുന്നുണ്ട്. ഇന്ന ലില്ലാഹി ഇസ്മൻ അഅ്ളമ ഇദാ ദുഇയ ബി അജാബ വഇദാ സുഇല ബി അഅ്താ. അബൂദാവൂദിൻ്റെ ഹദീസാണ്. അള്ളാഹുക്ക് ചില പേരുകളുണ്ട്. ആ പേര് വെച്ച് നമ്മൾ ദുആയിരുന്നാൽ ഉത്തരം കിട്ടും. ആ പേര് കൊണ്ട് ചോദിച്ചാൽ അള്ളാഹു അത് നൽകും എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഇൽമിൻ്റെ ശക്തിയാണ്. ഇസ്മുൽ ആദം ആസിഫ് ബിൻ ബർഹിയാക്ക് മനസ്സിലായിരുന്നു എന്നാണ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ മനസ്സിലാക്കുക, പണ്ഡിതൻ, ഇൽമു പഠിച്ച പണ്ഡിതന്
ഇസ്മുൽ ആദം പഠിച്ച പണ്ഡിതന്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇസ്മുൽ ആദം അസ്ബിൻ ബർഹിയക്ക് അനുഗ്രഹമായി ലഭിച്ച അറിവ് ഏതാണ് എന്ന് പറഞ്ഞ് യാ ഹയ്യു യാ കയ്യൂം എന്നുള്ള ആ ഒരു ഇസ്മ ശരിക്കും പഠിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു അസ്ബിൻ ബർഹിയ എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തഫ്സീറിൽ പറയുന്നുണ്ട്. ഇവിടെ പണ്ഡിതൻ്റെ മഹത്വമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജിന്നുകൾക്ക് വലിയ ശക്തിയുണ്ട്, പക്ഷെ ജിന്നിൻ്റെ ശക്തിയെ മറികടക്കാൻ പറ്റുന്ന ഒരു ശക്തിയുണ്ടെങ്കിൽ അത് ഇൽമിനാണ്, അത് പണ്ഡിതനാണ്. അപ്പോൾ പണ്ഡിതൻ്റെ മഹത്വം എത്രയാണ്. അള്ളാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അങ്ങനത്തെ ഒരു മഹാപണ്ഡിതനാണ് മഹാനായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് നബ്ബർ അല്ലാഹു ബർക്കത്ത്. അള്ളാഹു തആല അവരുടെ പരലോകം സന്തോഷമായി കൊടുക്കട്ടെ. കഴിഞ്ഞ ഈ ദിവസം അവർ വഫാത്തായി ഭൂമിയിലുണ്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമുഅയുടെ മുമ്പ് അവർ ഖബറടക്കം ചെയ്യപ്പെട്ടു. ഇന്നവർ ഖബറിലാണ്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. അവരുടെയൊക്കെ ഒരുപാട് മഹത്വങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. അവരെ നമ്മളെ സ്വർഗ്ഗത്തിൽ അള്ളാഹു ഒരുമിച്ച് വിട്ടട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.